ദേവീസ് പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. നമുക്കപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാമല്ലോ. ഇവിടെ പെഡൽ ബോട്ടൊന്നുമില്ല, രണ്ട് സൈഡിലും വെള്ളം, നടുക്കൂടി റോഡ്. ആരുമില്ല ഇവിടെയൊന്നും, വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് ഇവിടെ ആരുമില്ല കേട്ടോ. ഇത് വയൽപ്ര ഫ്ലോട്ടിംഗ് പാർക്ക് കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് നിയർ തളിപ്പറമ്പിനടുത്ത് പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരും. നമ്മളിങ്ങനെ കറങ്ങാൻ പോയി. ഇത് കണ്ടോ, ഇത് ഈ കായലിനകത്താണ് ഈ സംഭവം ഉള്ളത്. ഇതിനകത്തൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. ഇങ്ങോട്ടുണ്ടോ, കൈ കൊണ്ടോ, കൈ കൊണ്ടോ, കണ്ടോ ഐശു സെൻട്രൽ ബാ കണ്ടോ. ഇതാണ് ഇങ്ങനെ, ഇവിടെ എല്ലാം കായൽ കണ്ട ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണേ. ഓ, ഇവിടെ വേണ്ട ബോട്ടൊക്കെ കിടപ്പുണ്ട്. ഇതിനൊക്കെ 1 മണിക്കൂറിന് 2500 രൂപ. ചേച്ചി നവന് കയ്യെ പിടിച്ചേ. ഏൻ ബേക്കോ വെള്ളം കുടിച്ചിട്ട് നോക്കിക്കാം. അതിൻ്റെ സാധനമാണ് അടയ്ക്കാണ്ട് വെച്ചിട്ട്. ഫുള്ള് വെള്ളത്തിൻ്റെ നടുക്ക നമ്മൾ 1 കിലോമീറ്ററോളം 2 കിലോമീറ്ററോളം ഉണ്ടോ ചേച്ചി? 1 കിലോമീറ്റർ മേലെ ഉണ്ടല്ലേ നടക്കാൻ വേണ്ടിയിട്ട്. മോനോട്ടാ ഇനി എനിക്ക് ഐശു സൈഡിൽ കൂടി പോണ്ട, നടുക്കൂടി വാ. വേണ്ടേ അങ്ങ് കിടക്കുന്നുണ്ട് അവന് കളിക്കാനുള്ള സ്ഥലം കണ്ടേ. ഇതിനകത്തുകൂടി നോക്കി ഇങ്ങനെ വന്ന് അവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓട്ടം മുഴുവൻ ഓടിയത്. അവിടെയൊക്കെ കയറ് കെട്ടി ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ നടന്ന് വേണ്ടേ പുഴയുടെ ക്രോസ് ചെയ്ത് നമ്മൾ ചിൽഡ്രൻസ് പാർക്കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചിൽഡ്രൻസ് പാർക്ക് ലക്ഷ്യം വെച്ചാണ് നമ്മൾ പോകുന്നത്. ശരിക്കും നോക്കി ഈ പുഴയുടെ ഒരു വിസ്താരം. എനിക്ക് ശരിക്കും ഈ വെള്ളം കാണുമ്പോൾ എന്തോ ഭയങ്കര പേടി തോന്നുന്നു. ശരിക്കും അത് കേട്ടിട്ട്, എൻ്റെ പറച്ചിൽ കേട്ടിട്ട്. അവിടെ ഒരു പാർക്കുണ്ട്, നമുക്ക് അവിടെ പോയി. പക്ഷേ ഫ്ലോട്ടിംഗ് പാർക്ക് തന്നെയാണ് അതിൻ്റെ പേര് കേട്ടോ, വയൽപ്ര ഫ്ലോട്ടിംഗ് പാർക്ക്. അവർ കണ്ട ഒരു പേടിയില്ലാണ്ട് പോകുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ ഇങ്ങനത്തെ വുഡാണേ, മരമാണ്. എന്നുവെച്ചാൽ ഐശു ഓടണ്ട, ഐശു കണ്ടോ. എനിക്ക് ഇതൊക്കെ സേഫ്റ്റി ആണെന്നൊക്കെയാണ് എൻ്റെ ഒരു ചെറിയൊരു പേടി എനിക്ക്. ഇത് കണ്ടോ, അവിടെ കണ്ട് ഈ അതൊക്കെ ഈ തെങ്ങിൻ്റെ ഇതുപോലെ എനിക്ക് തോന്നുന്നത്. അത് മരമാണോ എന്നാണെന്നും എനിക്കറിയില്ല. പാക്ക് മോനൂട്ടൻ്റെ എൻ്റെ പാർക്ക് കണ്ടിട്ട് ബഹളി പിടിച്ച് നടക്കുകയാണ്. ഇത്രയും നേരം മോനൂട്ടിന് ഒരു ഉത്സാഹം ഇല്ലായിരുന്നു. പക്ഷെ പാർക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ട. ഇതേ ഇങ്ങോട്ട് പോകരുത് കേട്ടോ, ഇവിടെ പുഴയാ. അങ്ങനെ വരുമ്പോഴത്തേ ഒരു ബെൽറ്റ് ഇടും. അങ്ങനെ നമ്മളിതേ ഗെയിമൊക്കെ നടക്കുന്ന സ്ഥലത്തെത്തി. ഇവിടെയൊക്കെ പിള്ളേർക്ക് കളിക്കാനായിട്ട് സ്ഥലമുണ്ട് കേട്ടോ. പക്ഷെ ഫുള്ള് കാലിയാണ്. കാരണം നമ്മൾ വീക്ക് ഡേയ്സിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ പിള്ളേർക്കൊക്കെ സ്കൂളുണ്ടല്ലോ, അതുകൊണ്ട് ആരുമില്ല. മോനോട്ടൻ്റെ കളി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ദാണ്ട് അതിനകത്തേക്ക് കയറിപ്പോ. എനിക്കറിയില്ല, അവനാണ്ട് കയറിപ്പോ ഇതിനകത്തോട്ട് പോയിട്ട് പിന്നെ ഇവനെ കാണുമോ? അവന് മോനോട്ട് വേണ്ട തന്നെ ഇതിനകത്തുനിന്ന് ബോള് കളിക്കുന്നത്. 30 രൂപ കേട്ടോ ഇവിടെ ഒരു കോയിന്. ഇത് ഇങ്ങനെ കിടന്ന് തുള്ളാൻ വേണ്ടിട്ടാ. ആണ്ടെ കയറിപ്പോ നോക്കിക്കേ ചേച്ചി, അവനും കൂടി കയറി. തിരുപ്പൂരിനാ മോനക്കുട്ടനും ഐശ്വര്യം കൂടി വേണ്ട ഇതിനകത്തോട്ട് കയറിക്കൊണ്ട് വരുന്നു. ഇവിടെ ഒരു കോയിനുണ്ടല്ലോ 30 രൂപയാണേ. നമ്മൾ 4 കോയിൻ എടുക്കുവാണെങ്കിൽ 100 രൂപയ്ക്ക് 4 കോയിൻ തരും. ആ ഒരു കോയിൻ ഒറ്റ കളിക്ക് യൂസ്. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും കളിക്കണമെങ്കിൽ പിന്നെ എടുക്കണം. എൻജോയ് ചെയ്യട്ടെ, പിള്ളേരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ വന്നത്. മെല്ലെ 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 മോനോട്ടിനെ എവിടെ കാണാനില്ലല്ലോ.
നമ്മൾ ഇതിനകത്തേക്ക് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് കളിക്കാനുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ തൊട്ടിലാട്ടം, ബോട്ടിങ്, ഓക്കെ. ഇവിടെ പാർക്കിംഗ് അല്ല പാർക്ക്. ആ ഇങ്ങനെ നമ്മൾ ഇതുകൊണ്ട് ഈ പിള്ളേർ കളിക്കുന്ന സ്ഥലത്തേക്ക് എൻട്രി ആയി കേട്ടോ. ആളൊന്നും ഇല്ല. ഇത് വീക്ക് ഡേയ്സ് ആയതുകൊണ്ടാണ് ആളൊന്നും ഇല്ലാത്തത്. കളിച്ചോ മോനൂട്ടാ, മെല്ലെ മെല്ലെ മെല്ലെ. മോനൂട്ട സ്ലോ ആയിട്ട് വരുന്നത്, ചാടുന്നില്ല ശരിക്കും. വാ വാ. ഐശു ഇരുന്ന് വാ, ഇവിടെ വന്നിരിക്കേ. എൻ്റെ മാമി തള്ളുന്നുണ്ട് ഇവിടെ. ബാ, ഇവിടെ എല്ലാം ഇങ്ങനെ കളിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ പിള്ളേർക്ക്. റൈഡ് സോണൊക്കെ പിന്നെ ഇവിടെയുണ്ട് കളിക്കുന്നു. പിള്ളേരൊക്കെ എല്ലാം ഇതിനകത്തുള്ളത് പിള്ളേരുടെ ആക്ടിവിറ്റീസാണ് കേട്ടോ കൂടുതലുള്ളത്. വീഴല്ലേ വീഴല്ലേ. പിന്നെ ഇവിടെ കണ്ടോ വലിയവരുടെ കണ്ടോ ഗൺ ഷൂട്ട്. ഇവിടെ നമുക്ക് ഗൺ ഷൂട്ടുണ്ട്. നമ്മുടെ ഫ്ലോട്ടിങ് പാലം കണ്ടോ എങ്ങനെയാണ്. ഇവിടം മുതൽ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി അവിടെയാണ് സ്റ്റാർട്ടിങ്. പിന്നെ നമ്മുടെ ഇത് കണ്ടോ, ഇവിടെ റോപ്പ് വേസ് ഉണ്ട് കേട്ടോ. ധൈര്യമുള്ളവർക്ക് ഈ റോപ്പ് വേസിലൂടെ കയറാം. അത് തന്നെ കൊച്ചാ നന്നായിട്ട് തുഴയുന്നത്. സൈഡിലേക്ക് നോക്കുന്നു. സൈഡിലേക്ക് അങ്ങ് വരും നോക്കോ. പൊക്കോ, അങ്ങ് വരും പൊക്കോ. ഐശു മഴ ಬರ್ತಾಯ್ತೆ, ಬೇಗ ಬಾ. നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ. ഇവിടെ ആ ബേബി ബോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് കളിക്കാനുള്ള നല്ല സ്ഥലമായിരുന്നു. ആ ബോട്ടിങ്ങിന് കയറിയ പാടെ തന്നെ മഴ തുടങ്ങി. കയറിയ പോലെ തന്നെ പിള്ളേർ ഓടി ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇതാണ്ട് പിന്നെയും ഈ പാലത്തിൽ തന്നെ വന്നിരിക്കുകയാണ്. ഒത്തിരി ഉണ്ട് കേട്ടോ പിള്ളേർക്ക് കളിക്കാനുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ ചേച്ചി. പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് അതിനകത്ത്. ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കളിച്ച് അതുപോലെ പോകാൻ പറ്റും. നല്ല ആക്ടിവിറ്റീസൊക്കെ പിള്ളേർക്ക്. കണ്ടോ മഴ പെയ്യുന്നുണ്ടോ. അവനെ പിടിക്കേച്ചി. ഇല്ല, ഐശുവിന് ഭയങ്കര നിരാശ. കയറിയ പാടെ തന്നെ അതിനകത്ത് ഇറങ്ങി പോരേണ്ട വന്നതുകൊണ്ട് അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു ബോട്ടിങ്ങിനകത്ത് കയറി. പക്ഷേ അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴ തുടങ്ങി. നോക്കിക്കേ, മഴ പെയ്തിട്ട് ഭയങ്കര മഴയാവട്ടോ. അതെ വരെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ തിരിച്ചു പോവുക കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് എൻട്രൻസ് ഫീസ് അഡൽറ്റിന് 30 രൂപയും 5 വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് 10 രൂപ കേട്ടോ. പിന്നെ ഇവിടെ കയറി കഴിഞ്ഞ് പിന്നെ നമ്മൾ പിള്ളേരുടെ പാർക്കിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് കളിക്കണമെങ്കിലും എല്ലാത്തിനും സെപ്പറേറ്റ് പൈസയാണ്. പക്ഷെ പിള്ളേർക്ക് നല്ല ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഉണ്ട്. എനിക്ക് പൈനാപ്പിൾ മതി. എത്ര പറഞ്ഞ 10 രൂപയാണോ ഒരു കഷ്ണം? എന്റെ പൊന്നെ, ആ 10 രൂപയുടെ കഷ്ണമാണെങ്കിൽ ഒരു ഇച്ചിരി വലുതാണെങ്കിലും മുറുക്കാണെങ്കിലും കുഴപ്പമില്ല. അതെന്നതാ മാങ്ങയോ? അല്ല മാങ്ങയല്ലത്. ഇത് മറ്റേ സംഭവം. ഇതിന്റെ പേര് ചോച്ചോ. എന്തോ ഒരു പേര് പറയാം, മറന്നു. പിന്നെ അങ്ങനെയുണ്ട്. എക്സ്പ്രഷൻ കാണിക്കൂ. നല്ലാണോ? വിലയധികം. നല്ല വെള്ളം വരുന്നുണ്ട് എനിക്ക്. അതിനെത്ര ചേച്ചി? ഇന്നലെ മാഹീനെ നോട്ടോട്ടായിരുന്നു. അതിനെത്ര ചേച്ചി ആ സൈക്കിളും വണ്ടിക്ക്? ഇതൊരു മധുരവും പുളിപ്പിലിട്ടതല്ലേ? ഉപ്പും മധുരവും പുളിയും എല്ലാം കൂടി. അല്ല കേട്ടാ. അങ്ങനെ നമ്മൾ നോക്ക് ഗൈസ്, ചൂട്ടാട് ബീച്ചിലെത്തിയിരിക്കുകയാണ്. ചൂട്ടാട് ബീച്ച് എന്ന് പറയുന്നത് പുതിയങ്ങാടിയാണ് കേട്ടോ. നമ്മളിങ്ങനെ എല്ലായിടത്തോടെയും കറങ്ങി അടിച്ച് അവസാനം ദേ ഇതിനകത്തേക്ക് എത്തി.
ഗൈസ് നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത് ബീച്ചിൻ്റെ ഉള്ളിലേക്ക് കയറിയേ. ബീച്ചിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിനും ഇവിടെ പൈസ കൊടുക്കണം. പക്ഷെ നമ്മൾ ഇങ്ങോട്ടുള്ള വഴി ഭയങ്കര ദുർഗണം പിടിച്ച വഴിയാണ്. വഴിയൊന്നും മനസ്സിലാകത്തില്ല. ഒരു എന്നാ പറയുന്നത്, ടൂറിസത്തിൻ്റേതായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റും ഇല്ല ആ വഴിയിൽ. ഇവിടെ മാത്രം കുറച്ച് സ്ഥലം ഇങ്ങനെയുണ്ട്, അത്രയേ ഉള്ളൂ. ഇതിനകത്തേക്ക് നമുക്ക് കയറണമെങ്കിൽ അഡൽറ്റിന് 30, പിന്നെ 5 വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് 20. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു ഇത് മാത്രമേ ഇങ്ങനെ കാണുന്നുള്ളൂ. ഇതിനകത്തേക്ക് കയറണമെങ്കിലും പൈസ. ഓക്കെ, ഉഷാറ് ഉഷാറ്. സേഫ്റ്റി അല്ലേ? സേഫ്റ്റിനാ ഭയ്യ? ഐഷു അങ്ങനെ ആഗ്രഹിച്ചതേണ്ട കുതിരയുടെ പുറത്ത് കയറുന്നത്. നിന്നെ എന്തിനാ എടുക്കുന്നത്? ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഷെയ്ക്ക് ನಾನು ಹೇಳಿದೆ ತಾನೆ ಶೇಕ್. ಏನಾಗಲ್ಲ ಹುಷಾರಾಗಿ ಕುತ್ಕೋ. ಹಲೋ ಮಗು, ನಿಮ್ ಕಡೆ ನೀವು ಕುತ್ಕೊಳ್ಳಿ. ഇതിന് ಸ್ವಲ್ಪ ಹತ್ರ ಬರಕ್ಕೆ ಆಯ್ತಾ ಮೇಡಮ್, ಹತ್ರ ಇದ್ದಾರೆ, ಕುತ್ಕೊಳ್ರಿ. ಕುತ್ಕೊಳ್ರಿ. അയ്യോ എനിക്ക് പേടിയാ. ಇಲ್ಲ ಏನು ಮಾಡಲ್ಲ, ಏನು ಮಾಡಲ್ಲ, ಕುತ್ಕೊಳ್ರಿ ಮೇಡಮ್. ಕುತ್ಕೊಳ್ರಿ ಮೇಡಮ್, ಏನಾಗಲ್ಲ. ಹತ್ತು ಮೇಡಮ್, ಎಷ್ಟು ಹತ್ರ ಬಂದಿದ್ದಾರೆ, ಮಗು ಕುಂಚಿದ್ದಾರೆ, ನೋಡ್ರಿ ಬೇಗ. ಅಲ್ಲ ನಾನು ಭಯ ನೋಡ್ದೇನಿಲ್ಲ, ಫುಲ್ ಹತ್ರ ಬಂದಿದ್ದಾರೆ. ಮತ್ತೆ ಏನು? ಹಲೋ ಮೇಡಮ್, ಕುತ್ಕೊಳ್ರಿ. അപ്പൊ ನೀವು ಕೂತ್ಕೊಳ್ಳಿ ಮೇಡಮ್. അതിന് 3 പേരില്ല, 2 പേര് പോകും. ഞാൻ ആദ്യം കിടന്നിട്ട് കൊച്ചിനെ തന്നോ? നീ ആദ്യം കയറി. പോകുന്നു. പാപ പുറത്തേക്ക് പിടിച്ചോ, പിടിക്കോ, മൂക്കില്. അവരെ പിടിച്ചോ. മേഡം, നീ ഹോർസിൽ നോക്കണ? ഹോർസില് ഹോഴ്സിൽ ഞാൻ കയറിക്കോളാം. ചേച്ചി താണ്ട കേസ് ഒട്ടകത്തിന്റെ പുറത്ത് കയറി ഡാൻസ് കളിക്കുന്നു കേസ്. ಓಕೆ, ಇಲ್ಲಿ ಇಟ್ಕೊಳ್ಳಿ. ತೆಗಿಯಾ? ചാടി ഇറങ്ങാൻ നമുക്ക് അതുമില്ല. ഇവിടെ എല്ലാം വലിയ മരങ്ങൾ കണ്ടോ. ഈ മരങ്ങളെ കൂടിയെല്ലാം നോക്കി ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ടയർ കെട്ടി ഊഞ്ഞാലാട്ടി ഇട്ടിട്ടുണ്ട്. വേണ്ട ചേച്ചി അവിടെ ഉണ്ട്. ഞാനും ഇവിടെ ഇരുന്ന് ആടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്ന് കളിച്ച് വന്ന്. പിള്ളേർ സമ്മതിക്കുന്നില്ല അവർ കടലിൽ ചാടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള ഏരിയ കേട്ടോ. ഞാൻ നോക്കിയാൽ നമ്മുടെ അവിടെ ഒരു ഏറുമാടം പോലെ കണ്ടോ. ഇതേ കാണിച്ചുതരാം. ഇത് കണ്ടോ, ഇത് ലൈഫ് ഗാർഡ് ഇരിക്കുന്ന കേട്ടോ. ഇതിനകത്ത് ലൈഫ് ഗാർഡ് ഇതേ ഒരു മൂലയിൽ പോയിട്ട് ഏറുമാടത്തിൻ്റെ മണ്ടയിൽ കയറിയിരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ ഒത്തിരി ഉണ്ടല്ലോ ആൾക്കാർ. അയാൾ അവിടെ കയറുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാണും എനിക്കറിയില്ല. ചിലപ്പോൾ ബൈനോക്കുലറൊക്കെ കാണുമായിരിക്കും. അണ്ടേ എല്ലാവരും നല്ല ഓടുന്നു. കുറേ അങ്ങ് കാണുന്നതെല്ലാം കുറേ ബോട്ടുകളാണ് കേട്ടോ. ആ കിടക്കുന്നതൊക്കെ കിടക്കുന്നുണ്ടോ, അവിടെയുണ്ട് കുറേ ഫിഷിംഗ് ബോട്ടുകളാണെന്ന് തോന്നുന്നു. ഇതെല്ലാം നോക്കി പോകുന്നത്. പിന്നെ അവിടെ പോകുന്നോ വരുന്നോ രണ്ടൊക്കെ ഉണ്ട്. നമ്മുടെ സൂര്യൻ ചേട്ടൻ ദാണ്ട് നിൽക്കുന്നു അവിടെ. ഇവിടെയൊക്കെ ഇന്നലെ നമ്മൾ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ പോയപ്പം തിര ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും ഇങ്ങനെ ഇല്ലായിരുന്നു. ഇവിടെ ഒരു തിര ഇച്ചിരി ഓവറുണ്ട് കേട്ടോ. അപ്പം ആരും അങ്ങനെ അകത്തേക്ക് ഇറങ്ങുന്നതായിട്ട് കാണുന്നില്ല. മണ്ണിറങ്ങി പോകുമ്പോൾ കണ്ടാ കാല് നമുക്ക് ബാലൻസ് ചെയ്യാമല്ലോ. അങ്ങോട്ട്
ഉണ്ടോ അലകള്? ഓ നോടുതാ ജാസ്തി ಇದೆ അലകള്. ആ അതിക്കെ എളിയത്. വാ ഇങ്ങോട്ട് കേറിപ്പോര്. ಬೇರೆ ಬೀಚ್ ಎಲ್ಲ ಇಲ್ಲ, ಇದೇ ಲಾಸ್ಟ್. ಸ್ವಿಮ್ಮಿಂಗ್ ಮಾಡಕ್ ಬಿಡಲ್ಲ, ಅಲ್ಲಿ ನೋಡ್ತಾ ಇದಾರೆ ಅವ್ರು ಅಂತ. വേണ്ട 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 ചേച്ചി വേണ്ട, നീ എനിക്ക് പേടിയാ. ഐഷു മോനക്കുട്ടനും കൂടി കയറുന്നു. പക്ഷെ മോനക്കുട്ടനാണ് ഫസ്റ്റ് എത്തിയിരിക്കുന്നത്. നോക്കിക്കേ, പറഞ്ഞു. അയ്യോ ഒരു പേടിയുണ്ടോ നോക്കിക്കേ ചെറുക്കനെ. ಆಗ್ತಾ ಇಲ್ಲ. നമ്മൾ അങ്ങനെ ബീച്ചിൽ കൂടിയൊക്കെ കറങ്ങി കളിയെല്ലാം കഴിഞ്ഞു. സമയം 7 മണിയായി. നമ്മളിനി തിരിച്ചു പോവാം കേട്ടോ വീട്ടിലോട്ട്. അപ്പം നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ അവസാനിച്ചു. ഇനി നമ്മൾ നാളെ ഒരു ദിവസമേ നമുക്ക് ബാക്കിയുള്ളൂ. നാളെ ഒരു ദിവസം നമ്മൾ ഫുൾ ടോട്ടലി റെസ്റ്റാണ്. നാളെ രാത്രി നമ്മൾ വണ്ടി കയറും തിരിച്ച് ബാംഗ്ലൂർക്ക്. അപ്പോൾ എന്താ പറയാനുള്ളത് ചേച്ചി? അപ്പം ടാറ്റ ബൈ ബൈ, ഒന്നും പറയാനില്ല. കുറേ എൻജോയ് ചെയ്തു, പിള്ളേരെല്ലാം കണ്ടു. അവർക്കും ഒരുമാതിരി സന്തോഷമൊക്കെ ആയി. അവർക്ക് വരാൻ താല്പര്യം ഇല്ലായിരുന്നു തിരിച്ച്. ഇവിടെ തന്നെ എങ്ങാനും കൂടിയേക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇടം കൊണ്ട് തീരുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അപ്പോൾ ടാറ്റ ബൈ ബൈ.